ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ടാണ്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ 2 ഡയമീറ്റേഴ്സ് അഥവാ വ്യാസങ്ങൾ വരച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിൽ കൂടെയാണല്ലോ കടന്നു പോകുന്നത്, സെൻറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നത്. സെൻറ്ററിനെ ഞാൻ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഭാഗവും, അതായത് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഓരോ ഭാഗങ്ങളും ആരങ്ങളാണ് അല്ലേ. സെൻറ്ററിൽ നിന്ന് സർക്കിളിലിട്ടുള്ള ഓരോ ഭാഗങ്ങളും റേഡിയസ് ആണ്. ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ വേറൊരു രീതിയിൽ വരയ്ക്കാം, അതായത് കോഡ് വരയ്ക്കാം. എല്ലാ കോഡും ഡയമീറ്റർ അല്ല, എല്ലാ ഞാണുകളും വ്യാസങ്ങളല്ല. കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അത് വ്യാസമാകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകാത്ത 2 ഞാണുകൾ വരയ്ക്കാം. ഇവിടെ ഞാൻ ഈ വൃത്തത്തിലെ 2 ഞാണുകൾ വരച്ചിട്ടുണ്ട്, 2 കോഡ് വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോഡാണ് AB, രണ്ടാമത്തെ കോഡാണ് CD. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് P. ഇനി ഞാൻ എയും സിയും ജോയിൻ ചെയ്യാൻ പോവാണ്. അതേപോലെ ബിയും ഡിയും കൂടെ ജോയിൻ ചെയ്യാൻ പോവാം. ഈ 2 ട്രയാങ്കിളുകളുടെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ AD എന്ന ആർക്ക്, AD എന്ന ചാപത്തിൽ നിന്നാണ് ഈ കോൺ സിയും കോൺ ബിയും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരേ ചാപത്തിന്റെ 2 എൻ പോയിന്റ്സിൽ നിന്ന്, ഒരേ ആർക്കിന്റെ 2 എൻ പോയിന്റ്സിൽ നിന്ന് വരുന്ന 2 ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും. അത് ഈക്വൽ ആണല്ലോ, അതിന്റെ അളവുകൾ തുല്യമാണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ഇനി നോക്കിക്കേ, ഈ 2 ആംഗിളുകൾ അത് എക്സ് ഷേപ്പിലാണ് കിടക്കുന്നത്. പച്ച വര എക്സ് ഷേപ്പിലാണ് കിടക്കുന്നത്. അതിന്റെ എതിർവശത്ത് കിടക്കുന്ന 2 കോണുകളാണ്, അവയും തുല്യമാണ് ആണല്ലോ. അപ്പൊ ഈ മൂന്നാമത് കിടക്കുന്ന, ഇത് രണ്ടാമത്തത്, ഇനി മൂന്നാമത് കിടക്കുന്ന ഈ കോണുകളും തുല്യമായിരിക്കും. കാരണം 2 ത്രികോണത്തിലെ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ്. അതെല്ലാം 2 ആംഗിളുകൾ മറ്റേ ട്രയാങ്കിളിലെ 2 ആംഗിളിനോട് തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ ആംഗിളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഈ 2 കോണുകൾ, ഈ 2 ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അതിന്റെ സൈഡുകളുടെ റേഷ്യോ എങ്ങനെ വരും എന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പൊ A മുതൽ P വരെയുള്ള നീളത്തിന് A എന്ന് കൊടുത്തു, സ്മോൾ ലെറ്റർ A എന്ന്. P മുതൽ B വരെയുള്ളതിന് B എന്നും കൊടുത്തു. C മുതൽ P വരെയുള്ളതിന് C എന്നും കൊടുത്തു. P മുതൽ D വരെയുള്ളതിന് സ്മോൾ ലെറ്റർ D എന്നും കൊടുത്തു. ഇനി നമുക്കറിയാവുന്നത് ഈ ആംഗിൾ സി, അതായത് ആംഗിൾ സി ആംഗിൾ ബി ഈക്വൽ ആണല്ലോ. അതിന്റെ നേരെ എതിരെ കിടക്കുന്ന വശങ്ങളാണ് എയും ഡിയും ആണല്ലോ. നമ്മൾ 9th പഠിച്ച എന്താണ്, 2 ഈക്വൽ ട്രയാങ്കിൾസില് ഈക്വലായിട്ട് വരുന്ന കോണുകൾ, ഈക്വലായിട്ട് വരുന്ന ആംഗിൾസിന്റെ എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ സെയിം ഫാക്ടറിലായിരിക്കും റേഷ്യോ എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഈക്വലായിട്ട് വരുന്ന പെയർ ഓഫ് ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളാണ് എയും ഡിയും. അപ്പൊ നമുക്ക് ഡി ഈക്വൽ ടു കെ ടൈംസ് എ എന്ന് എഴുതാമല്ലോ. അതായത് ഡി, നമ്മൾ പഠിച്ചത് റേഷ്യോ ഡി ബൈ എ ഈക്വൽ ടു കെ. ആ സെയിം ഫാക്ടർ തന്നെ ആയിരിക്കും അടുത്ത പെയർ എടുക്കുമ്പോഴും, കെ തന്നെ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഡി ഈക്വൽ ടു കെ എന്ന് എഴുതാം. ഒന്ന് മറ്റേതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇനി അതേപോലെ നമുക്ക് നമുക്ക് ഈ ചുമന്ന കളറിലെ വര നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആ ആംഗിൾ നമ്മൾ എടുക്കുന്നില്ല. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ആംഗിൾ, ആംഗിൾ എയും ആംഗിൾ ഡിയും. ആംഗിൾ എയും ആംഗിൾ ഡിയും തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആംഗിൾ എക്ക് എതിരെ ഉള്ളത് സിയും ആംഗിൾ ഡിക്ക് എതിരെ ഉള്ളത് ബിയും ആണ് അല്ലെ. അപ്പൊ ബി ഈക്വൽ ടു കെ സി എന്ന് എഴുതാവല്ലോ അല്ലെ. ഈ കെ എന്താണ്, ഡി ബൈ എ അല്ലെ. അപ്പോ ഈക്വൽ ടു കെക്ക് പകരം നമ്മൾ ഡി ബൈ എ ഇൻറ്റു സി എന്ന് എഴുതി. ഇനി ഇതിന് ബി ഈക്വൽ ടു അല്ലേ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എ ഇൻറ്റു ബി. എ ബി ഈക്വൽ ടു ഡി ഇൻറ്റു സി തന്നെയല്ലേ, സി ഇൻറ്റു ഡി, സി ഡി എന്ന് കിട്ടിയല്ലോ. ഈ എ ബി ഈക്വൽ ടു സി ഡി. ഇനി എ ആരാ, ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എ മുതൽ പി വരെയുള്ള ദൂരമാണ് അല്ലെ. എ പി എന്ന് എഴുതാവല്ലോ, ഇൻറ്റു. ഇനി ബി എന്താണ്, പി മുതൽ ബി വരെയുള്ള ദൂരമാണ്, പി ബി ഈക്വൽ ടു സി എന്ന് പറയുന്നതോ, സി മുതൽ
പി വരെയുള്ള ദൂരമാണ് സി പി എന്ന് എഴുതാം. ഇൻറ്റു ഡി എന്ന് പറയുന്നത് പി മുതൽ ഡി വരെയുള്ള ദൂരമാണ് പി ഡി. ഇത് ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. അതായത് ഇപ്പൊ ഇവിടെ 4 ലെങ്ത്തുകളുണ്ട് അല്ലെ, എ ബി സി ഡി 4 ലെങ്ത്തുകൾ. അതിലേതെങ്കിലും 3 തന്നിട്ട് 4ാമത്തെ കാണാനായിട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അതായത് എ ബി, ഇത് ഇക്വേഷൻ ശ്രദ്ധിച്ചറിയാം. എ ബി എന്ന് പറയുന്ന കോഡിലെ ഒരു പോയിന്റ് ആണ് പി. ആ പോയിന്റിൽ കൂടെ തന്നെയാണ് സി ഡി എന്ന കോഡും പാസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ കിട്ടിയ 4 ഡിവിഷൻസ് ആണ്, 4 പാർട്ടുകളാണ് എ പിയും പി ബിയും. അതായത് എ ബി എന്ന കോഡിനെ 2 പാർട്ടായിട്ട് തിരിച്ചു, എ പിയും പി ബിയും. രണ്ടാമത്തെ കോഡ് സി ഡി ആണ്, അതിനെ 2ആയിട്ട് തിരിച്ചു, സി പിയും പി ഡിയും. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ തന്നെ കോഡ് വരണമെന്നുണ്ടോ? ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കാം. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു കോഡ് ഇത് എ ബി, രണ്ടാമത്തെ കോഡ് സി ഡി, മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. സെയിം പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സി ഡി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതായത് അത് ഡയമീറ്റർ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ. ഇപ്പൊ എന്ത് വരും? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി അല്ലേ. ഇനി നമുക്കറിയാവുന്നത് സെന്ററിൽ നിന്നും ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന വര അതിനെ ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. എന്താണ്? കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം ആ ഞാണിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കും. അതായത് എ പി ഈക്വൽ ടു പി ബി ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആയി അല്ലെ. അപ്പോൾ സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന എന്തായി? എ പിയുടെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. മനസ്സിലായോ? ഏതെങ്കിലും എ പിയുടെയോ പി ബിയുടെയോ 2 സെയിം ആയതുകൊണ്ട് എ പിയുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഇതിനകത്ത് വ്യത്യാസം. വേറെ വ്യത്യാസം ഒന്നുമില്ല. ഇത് സെയിം തന്നെയാണ്, രണ്ടും കോഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലറും ആണ്, ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് എ പി ഈക്വൽ ടു പി ബി. ഇപ്പൊ 2 കേസ് നമ്മൾ പഠിച്ചു. ഇനി 3ാമത്തെ കേസ്. ഈ കേസ് നോക്കിക്കേ, ഇത് രണ്ടും കോഡാണ്, ഗ്രീൻ കളറിലുള്ളത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. പക്ഷെ ഈ 2 കോഡുകളും പെർപെൻഡിക്കുലർ ആണ്, സെൻട്രിൽ കൂടെ അല്ല. ഇവിടെ ഒരെണ്ണം സെൻട്രിൽ കൂടെ, ഇവിടെ രണ്ടും സെൻട്രിൽ കൂടെ അല്ല. ഇവിടെയും സെയിം തിങ് ആണ്. എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കേസ് 2 കോഡ്, 2 ഞാണുകൾ അത് ലംബമല്ല, പെർപെൻഡിക്കുലർ അല്ലാതെ വരുമ്പം എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ 2ാമത്തെ കേസ് പഠിച്ചത് ഒരു കോഡ് സെൻട്രിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ 2 പാർട്ടുകൾ, അതായത് ഈ 2ാമത്തെ കോഡിനെ 2 ഈക്വൽ ഭാഗങ്ങളായിട്ട്, 2ാമത്തെ ഞാണിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. അപ്പോൾ എ പിയും പി ബിയും തുല്യമാണ്. അപ്പോൾ സി പി ഇൻറ്റു പി ഡി ഈക്വൽ ടു എ പി സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ 2 കോഡുണ്ട്, സെൻട്രിൽ കൂടെ അല്ല പാസ് ചെയ്യുന്നത്. ആ 2 ഞാണുകളും ലംബങ്ങളാണ്. അപ്പോഴും എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. ഇവിടെ ഈ 2 കേസിൽ ഏതെങ്കിലും 3 തരും, ഒരെണ്ണം കാണാനാണ്. ഇവിടെ 2 തരും, ഒരെണ്ണം കാണണം. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് കോഡിന്റെ ലെങ്ത് എത്ര എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ 3ഉം പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. അതായത് ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എ പി 2 സെന്റിമീറ്റർ ആണ്, പി ബി 5 സെന്റിമീറ്റർ ആണ്, പി ഡി 3 സെന്റിമീറ്റർ ആണെങ്കിൽ സി പി എത്ര ആണ്? അപ്പൊ ഡയറക്റ്റ് നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ പി എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു പി ബി, പി മുതൽ ബി വരെ 5 ആണ്, ഈക്വൽ ടു സി പി നമുക്കറിയത്തില്ല, ഇൻറ്റു പി ഡി 3 ആണ്. ഇപ്പൊ 2 5s are 10 ഈക്വൽ ടു 3 ഇൻറ്റു സി പി എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ സി പി ഈക്വൽ ടു 10/3. 10/3 എന്ന് പറയുന്നത് 3 times 3 ആണ് 9, റിമൈൻഡർ 1 ഉണ്ട്, 1/3 സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലേ. ആൻസറായി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇവിടെ ചോദ്യത്തിൽ ഫിഗർ ഇങ്ങനെയാണ്. കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ റിംഗ്. ഇതൊരു ആർക്കാണല്ലോ, ഒരു ചാപമാണല്ലോ, അതായത് ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ വൃത്തത്തിന്റെ, അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ഉള്ള സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്.
സർക്കിളിനെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അറിയാവുന്നത് ഈ കോഡിന്റെ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വരയ്ക്കുക, അതായത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡ് വരയ്ക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഈ ഓരോ പാർട്ടും എത്ര സെന്റിമീറ്റർ വീതമായി? 3 സെന്റിമീറ്റർ വീതമായി. ഇതാണ് സെന്റർ. മനസ്സിലായില്ലേ? ഇനി ഈ ഹൈറ്റ് ഇത് തന്നെയാണല്ലോ, ഈ 2 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് 2. അപ്പൊ നമുക്ക് ഈ ബാക്കി ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? AP ഇൻറ്റു PB ഈക്വൽ ടു CP ഇൻറ്റു PD. ഇതാണ് ABCD. ഈ പോയിന്റ് ആണ് P. അപ്പൊ AP എത്രയാണ്? 3 ആണ്. PBയും 3 ആണ്. ഈക്വൽ ടു CP 2 ആണ്. PD നമുക്ക് അറിയത്തില്ല. അപ്പൊ 3 3s are 9 ഈക്വൽ ടു 2 ടൈംസ് PD. അല്ലെങ്കിൽ PD ഈക്വൽ ടു 9/2 എന്ന് എഴുതാമല്ലോ. 9/2 എത്രയാണ്? 4.5 അല്ലേ? 4.5. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡയമീറ്റർ. ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? സി മുതൽ ഡി വരെയുള്ളത് അല്ലെ? CD ആണ് നമുക്ക് അറിയേണ്ടത്. CP എത്രയാണ്? 2 ആണ്. PD എത്രയാണ്? 4.5 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ CD കിട്ടുമല്ലോ. CPയും PDയും കൂടെ കൂട്ടുക. അതായത് 2ഉം 4.5 കൂടെ കൂട്ടുമ്പോൾ 6.5 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ ഡയമീറ്റർ അഥവാ വ്യാസം. ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പൊ അത് 3ഉം പഠിച്ചു വെക്കുക. 3നും ഒരേ ഇക്വേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെയാണ് 2 APയും PBയും തുല്യമായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചത് AP ഇൻറ്റു PB ഈക്വൽ ടു CP ഇൻറ്റു CD. ഇനി AP ഇൻറ്റു PB എന്ന് പറഞ്ഞാൽ A മുതൽ P വരെയുള്ള നീളം ഇൻറ്റു P മുതൽ B വരെയുള്ള നീളം. അപ്പോൾ ഈ P മുതൽ B വരെയുള്ള നീളത്തിനെ ഞാൻ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം അല്ലെ? ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയാണോ AP ഇൻറ്റു PB അല്ലെ? നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഞാൻ ആ PB എത്രയാണോ അത്രയും താഴോട്ട് വരയ്ക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. ഇതാണല്ലോ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ. AP ഇൻറ്റു PB. അപ്പൊ ഇവിടെ ഈ ലെങ്ത് ആയി PB അല്ലെ? ഇനി CP ഇൻറ്റു CD എന്ന് പറഞ്ഞാൽ എന്താ? CP ഇൻറ്റു CD. അപ്പൊ അവിടെയും ഒരു റെക്റ്റാങ്കിൾ അല്ലെ? ഇങ്ങോട്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാവല്ലോ. CD മുകളിലോട്ട് എടുത്തിട്ട് അല്ലെ? CD എത്രയാണോ അത്രയും മുകളിലോട്ട് എടുത്തിട്ട് ഇവിടെയും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. കണ്ടോ? ഇത് രണ്ടും തുല്യമാണെന്നല്ലേ പറഞ്ഞത്? അതായത് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ രണ്ടാമത് വരച്ച റെക്റ്റാങ്കിളിന്റെ ഏരിയയും തുല്യമാണ്. പരപ്പളവുകൾ തുല്യമാണ്. പക്ഷെ ഇതിന്റെ നീളങ്ങൾ വ്യത്യാസമാണ്, വീതിയും വ്യത്യാസമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരേ ഏരിയ ഉള്ള ഒരേ പരപ്പളവുള്ള 2 റെക്റ്റാങ്കിളുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ അതായത് ഒരു റെക്റ്റാങ്കിളിൽ നിന്ന്, ഒരു ചതുരത്തിൽ നിന്ന് വേറൊരു ചതുരം, അളവ് വ്യത്യാസമുള്ള എന്നാൽ ഏരിയ സെയിം ഉള്ള, പരപ്പളവ് സെയിം ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് അതേ പരപ്പളവുള്ള അതേ ഏരിയ ഉള്ള വേറൊരു സ്ക്വയറും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ രണ്ടാമത്തെ കേസ് പറഞ്ഞത് എവിടെയാ? നമ്മൾ എങ്ങനെയാ ആ ഒരു സർക്കിളിൽ കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ 2 സൈഡ് ഈക്വൽ ആയിട്ട് വന്നില്ലേ? ആ ഒരു കേസിലാണ് നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിലാണ് നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.